എത്രയേട്ടാ? 30 രൂപ. എൻ്റെ കസിനാ, ഇവക്ക് നാളെ ഒരു ടെസ്റ്റ് ഉണ്ട് ഇവിടെ. കസിനാ? ആ, സത്യമായിട്ടും. എന്താ? എൻ്റെ അമ്മോ, എനിക്ക് വയ്യ. പണ്ടേ ഞാനും എൻ്റെ ഒരു കസിനും കൂടി ഇതേപോലൊരു ടെസ്റ്റ് എഴുതാൻ പോയ കാര്യം ഓർത്ത് ചിരിച്ചു പോയതാ. എന്തുപറ്റി? എന്ത് പറ്റാൻ? ടെസ്റ്റ് എഴുതാൻ ചെന്നിരുന്നപ്പോൾ പേന കാണില്ല. അതവിടെ പോയി. ആർക്കറിയാ? അതുകൊണ്ട് പേന സൂക്ഷിച്ചോ. ഓ, പേന കാണുന്നു. എന്തു പറ്റി? ഒന്നുമില്ല. എന്നാ വാ. ഒരു റൂം വേണമായിരുന്നു. എൻ്റെ കസിനാ, നാളെ ഒരു ടെസ്റ്റ് ഉണ്ട് ഇവിടെ, അതിനു വേണ്ടി വന്നതാ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ. എസിയോ നോൺ എസിയോ? നോൺ AC. എ സി മതി. വല്ലാത്ത ചൂടേ. 2400 രൂപ. അയ്യോ, അത്രയ്ക്കാവോ? പിന്നെ ടാക്സും. ഇതിനും ടാക്സോ? കുഴപ്പമില്ല, വന്നപ്പം എല്ലാത്തിനും ടാക്സായി. പേരും ഡീറ്റെയിൽസും. ഓ, ഈ സർക്കാരിൻ്റെ ഓരോ കാര്യങ്ങളെ. എറണാകുളത്തുള്ള ഉദ്യോഗാർത്ഥിക്ക് ടെസ്റ്റ് തിരുവനന്തപുരത്തുള്ളവർക്കോ കാസർഗോഡ് അല്ലെങ്കിൽ കട്ടപ്പനയിൽ. ആ, എന്നാണാവോ സ്വന്തം നാട്ടിൽ സ്വസ്ഥമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്താൻ പറ്റുക. പോരെ? ആ, ആളുടെ കൂടെ പോയാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വേണ്ട വേണ്ട, ഇത് ഞാൻ പിടിച്ചോളാം. ഒരു ടെസ്റ്റ് ചെയ്താൻ പെടുന്ന പാടെ. എന്താ പേര്? പ്രവീൺ. കിഷോർ. വരും. എൻ്റെ കസിനാ, നാളൊരു ടെസ്റ്റ് ഉണ്ട് ഇവിടെ, അതിനുവേണ്ടി എഴുതിക്കും. ശരി. സാർ, ഇത് TV റിമോട്ട്, ഇത് AC റിമോട്ട്. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി. വിളിക്കാൻ ഉണ്ടാവും. 999. ഓ, ഓക്കെ, താങ്ക് യു. ഭാഗ്യം, ആർക്കും ഒരു സംശയം തോന്നിയില്ല. ഓ, ഒരു സംശയം തോന്നിയില്ല. നീ എന്തിനാടാ കാണുന്നവരോടൊക്കെ ടെസ്റ്റിന് വന്നതാന്ന് പറയുന്നേ? പിന്നെ പറയണ്ടേ, ഒരു ചെറുക്കനും പെണ്ണും കൂടെ ഒറ്റയ്ക്ക് റൂം എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും എന്നുള്ളത് അറിയാം നിനക്ക്. ഓ, ടെസ്റ്റ് എഴുതാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാ സംശയവും മാറി. പിന്നെ മാറാതെ ധൈര്യമില്ലാത്തവന്റെ അപ്പൊ ഈ പണിക്ക് വന്ന എന്നെ പറഞ്ഞാ മതി. പട്ടി കഴിവറട മോനെ, മേലാ പോക്കരത്തരം കാണിച്ച് അടിച്ച് ചെവിക്കല്ലി ഞാൻ പൊട്ടിക്കും. എനിക്ക് എന്താ പറ്റി? ഒന്നുമില്ല. എന്തു പറ്റടാ? പേര് പൊട്ടിച്ചപ്പോ അതിന് അവരുടെ മേത്തൊക്കെ വീണ്. ആള് തന്നെ തല്ലിയോ? വേണ്ട ഏട്ടാ, വേണ്ട. എന്റെ ഭാഗത്തിൽ പ്രശ്നമാക്കണ്ട. അവൻ ചോദിച്ചു ആരവനെ തല്ലിയത്? പൂക്കൃതനം കാണിച്ച പിന്നെ എങ്ങനെയാണ് ഉപയോഗം തല്ലാതിരിക്കുന്നേ? കുളിയും കഴിഞ്ഞ് 2 അടിക്കാന്ന് വെച്ചിരുന്നപ്പാ എന്റെ പേത്ത് ഒരു കുപ്പി ബീർ അങ്ങോട്ട് ഒഴിച്ച്. ഇരിക്കുന്ന കുഞ്ഞുവനാ 2 പൊട്ടിച്ചത്. അവന്റെ ഒരു രീതിക്ക് 4 കൂടി പൊട്ടിക്കേണ്ടതായിരുന്നു. ഒരു ബീർ പോലും പൊട്ടിക്കാൻ അറിയാൻ പാടില്ലാത്ത ഇവനെയൊക്കെ സപ്ലയർ ആയിട്ട് നിർത്തിയ ഇവന്റെയൊക്കെ മുതലാളിക്കിട്ട് വേണ്ട 4 പൊട്ടിക്കാൻ. എന്താണ് നീ ഒരുപാട് നോക്കുന്നേ? പോവാം. തിരിച്ചു തല്ലാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇപ്പൊ വേണം. കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങളത് പോകും. കേട്ടോടാ? വേണ്ട ചേട്ടാ, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇവന്റെ 4 കൊടുത്തില്ല പിന്നെ ആളായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി കിട്ടിയത്. ഈ ജോലി കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുടുംബം പട്ടിണിയാവും. എന്തു പറ്റി? പിന്നെ എന്താ ഇങ്ങനെ നോക്കുന്നേ? നിന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നില്ല. എന്തൊരു ഭംഗിയാടി നീ. നിനക്ക് സിനിമയിലൊക്കെ അഭിനയിച്ചൂടെ? സിനിമയിൽ അഭിനയിച്ച ചീത്തയാണെന്ന് ആൾക്കാർ പറയുന്നേ. യോ, എന്നാ വേണ്ട വേണ്ട. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സത്യത്തിൽ എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നീ എൻ്റെ കൂടെ വന്നേ? സത്യം പറഞ്ഞ അല്ല. അല്ലേ? പിന്നെ
നീ ഈ മോതിരം വാങ്ങി തന്നോണ്ട്. കൊള്ളാം. അത് തന്നെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ പിടിച്ചെന്നേ. നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടാണോ? എന്താ സംശയമുണ്ടോ? എന്നാ എന്നെ അങ്ങ് കെട്ടിക്കോ. പെട്ടോ ഈശ്വര. നമസ്കാരം മാഡം. വരൂ. എന്തൊരു മുന്നറിയിപ്പില്ലാതെ? വേണ്ടി വന്നു. ഈ വരവിന് ചില പ്രത്യേകതകളൊക്കെയുണ്ട്. എന്ത്? അതൊക്കെയുണ്ട്, നാളെ പറയാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും പ്രവീൺ അതറിയും. എന്നാ പിന്നെ ഇപ്പൊ തന്നെ പറയാമല്ലേ? നാളത്തേക്ക് വെക്കണോ? വേണ്ട, നാളെ അറിഞ്ഞാൽ മതി. അതാ അതിൻ്റെ ഭംഗി. എന്നാ പതിവുകൾ എടുക്കട്ടെ? വേണ്ട. എന്നാ ഫുഡായാലോ? ഞാൻ കഴിച്ചു. വേണ്ട. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാനിവിടെ വന്ന് സാറിൻ്റെ കൂടെ രണ്ടെണ്ണം അടിക്കുന്നതിന് മറ്റുള്ളവർക്കൊക്കെ ചെറിയ അസൂയുണ്ട്. മണിയടിക്കാൻ ഞാൻ മെടുക്കനാണെന്ന് അവന്മാരൊക്കെ പറയുന്നത്. നീ അത് കാര്യമാക്കണ്ട, നീ ഇതടിക്ക്. ഞാൻ കാര്യമാക്കും. അവന്മാർ പറയുന്നതിലും കാര്യമുണ്ടല്ലോ. ഉണ്ടോ? പിന്നില്ലേ, എന്നിട്ടും ആ നടി വരുമ്പോൾ സാർ അവനെ മാത്രം അയക്കുന്നതിൻ്റെ ഗുട്ടൻസ് എന്താ? എനിക്കും തന്നൂടെ ഒരു ചാൻസ്. എടാ, അത് അവരാവശ്യപ്പെട്ടിട്ടല്ലേ? അവരെങ്ങനെ ആവശ്യപ്പെടുന്നതിൻ്റെ ഗുട്ടൻസ് എന്താ? ആർക്കറിയാം. നീ അത് ഫിനിഷ് ചെയ്യേ. എനിക്കറിയാം, മണിയടിക്കാൻ എന്നെക്കാട്ടിലും എടുക്കാൻ അവനാ. അത് തന്നെ. ഞാനൊരു കാര്യം ചോദിച്ചാൽ സാറ് സത്യം പറയുമോ? സത്യം പറയും. രാത്രി സാർ അവരുടെ മുറി പോവാറുണ്ട്. ഞാനോ? ഇല്ല. പിന്നതാരായിരിക്കും? ഏത്? ആ മുറിയിൽ രാത്രി കാലത്ത് ആരോ ഒരുത്തൻ വന്നു പോവാറുണ്ട്. ആര്? അതാ ഞാനും ആലോചിക്കുന്നത്. സാറല്ലെങ്കിൽ പിന്നെ അതാരായിരിക്കും? നിന്നോട് ഇത് ആരാ പറഞ്ഞത്? ഇവിടെ പലർക്കും അറിയാം സാറേ. ഞങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് അത് സാറായിരിക്കുമെന്ന്. ഞാനല്ല. ആഗ്രഹം മാത്രം പോരല്ലോ. അല്ല, നീ ഇതൊക്കെ എന്നോട്ടാ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? അത് കുറേയായി. ആ, ഇനിയോട്ട് ശ്രദ്ധിക്കണ്ട. അതെന്താ? അതങ്ങനെയാ. തൽക്കാലം നിന്റെ ശ്രദ്ധ ഇതിൽ മാത്രം മതി. അടിച്ചോ.